ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗായ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ സീസണിലെ ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ വിന്നർ ആരായിരിക്കും എന്നുള്ളൊരു പ്രഡിക്ഷൻ വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സീസൺ അവസാനിക്കുന്ന സമയത്ത് പല മിറാക്കിൾസും സംഭവിച്ചേക്കാം. നിലവിൽ എല്ലാ ടീമിൻ്റെയും ഫോം കമ്പയർ ചെയ്തിട്ടുള്ള ഒരു ടോപ്പ് 5 ടീമിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. 5ാം സ്ഥാനത്ത് സാക്ഷാൽ സിമിയോണിയുടെ അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ്. ലാലിഗയിലായാലും ചാമ്പ്യൻസ് ലീഗിലായാലും തുടക്കം തൊട്ടേ ഈ ഒരു സമയം വരെ ഒരു ആവറേജ് പെർഫോമൻസ് അവരുടെ ഭാഗത്ത് നിന്നും കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ റിയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർട്ടിംഗ് ടൈം വളരെയധികം ഫോം ഔട്ടായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് അവരുടെ ഭാഗത്ത് നിന്നും കാണാൻ വേണ്ടി സാധിച്ചത്. പക്ഷേ സിമിയോണിയെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പിലേക്കും പോയിട്ടില്ല. എന്നാൽ അത്ര വലിയ രീതിയിലുള്ള ഫോം ഔട്ടായിട്ട് നമ്മളിതുവരെ കാണാത്ത ഒരു ടീമാണ് അത്ലറ്റിക്കോ മാഡ്രിഡ്. സോ 5ാം സ്ഥാനത്ത്. 4ാം സ്ഥാനത്തേക്ക് വരുമ്പോൾ കാർലോ ആഞ്ചലോട്ടിയുടെ റയൽ മാഡ്രിഡാണ്. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം സീസൺ സ്റ്റാർട്ടിങ്ങിൽ വളരെയധികം ഒരു പ്രശ്നത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ സ്റ്റിൽ പഴയ ഒരു ട്രാക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലാലിഗയിൽ 1ാം സ്ഥാനത്താണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ചാമ്പ്യൻസ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ പുറത്താകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു ടീം തന്നെയാണ്. പക്ഷേ ഇത് റിയൽ മാഡ്രിഡ് ആണ് എന്നുള്ള കാര്യം നമ്മളെല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. 4ാം സ്ഥാനത്ത് റിയൽ മാഡ്രിഡ്. 3ാം സ്ഥാനത്ത് ആർസണലാണ് സെലക്ട് ചെയ്യുന്നത്. ആർസണലിനെ സംബന്ധിച്ചിടത്തോളം അവസാനം വരെ ഒരു പൊരുതാനുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ട്. പക്ഷേ ഫൈനൽ ഓർ സെമി ഫൈനൽ ആ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് പതറിപ്പോകുന്ന കാഴ്ചയാണ് ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. ആർസണലിൽ ഈ ഒരു സീസണിൽ എന്തുകൊണ്ടും വിന്നർ ആവാനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. 2ാം സ്ഥാനത്ത് ഹാൻസി ഫ്ലിക്കിൻ്റെ ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീസൺ വേറെ ലെവൽ പെർഫോമൻസ് ആണ് അവരുടെ ഭാഗത്തിന് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ലീഗിൽ കുറച്ച് ഡൗൺ ആണെങ്കിലും ചാമ്പ്യൻസ് ലീഗിലേക്ക് വരുന്ന സമയത്ത് ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് തന്നെയാണ് ഇതുവരെ ബാസയുടെ ഭാഗത്ത് നിന്നും കാണാൻ വേണ്ടി സാധിക്കും. ഭയനായിട്ടുള്ള മത്സരം നമ്മളെല്ലാവരും ആ ഒരു മത്സരം എല്ലാവരും ട്രോളാൻ വേണ്ടി വെയിറ്റ് ചെയ്തൊരു മത്സരം തന്നെയായിരുന്നു. പക്ഷേ എല്ലാവരും നെട്ടിച്ച് കളഞ്ഞു. ഹാൻസി ഫ്ലിക്കിൻ്റെ ആ ഒരു ടാക്ടിക്സിൻ്റെ മുന്നിൽ പതറിപ്പോകുന്ന ബയൺ മ്യൂണിക്കിനെയാണ് നമ്മളെല്ലാവരും കണ്ടത്. എന്തുകൊണ്ടും എനിക്ക് ഈ ഒരു സീസൺ ബാഴ്സലോണ ചാമ്പ്യൻസ് ലീഗ് അല്ലെങ്കിൽ ലിവർപൂൾ ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കൺഫേം ചെയ്ത് പറയാൻ വേണ്ടി സാധിക്കില്ല. അവസാന നിമിഷം എന്ത് സംഭവിക്കും നമ്മളെല്ലാവരും കാത്തിരുന്ന് കാണാം. 1ാം സ്ഥാനത്തിൽ ലിവർപൂൾ. ബാഴ്സലോണയെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ലിവർപൂളിൻ്റെ ഈ ഒരു സീസണിലെ ജേണി എന്ന് പറഞ്ഞാൽ വളരെ ഇൻക്രെഡിബിൾ ജേണി തന്നെയാണ്. പ്രീമിയർ ലീഗിലെ 1ാം സ്ഥാനത്ത് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ആ സെയിം പെർഫോമൻസ് തന്നെ, ആ ഒരു സെയിം ഫോം തന്നെയാണ് ചാമ്പ്യൻസ് ലീഗിലേക്ക് വരുന്ന സമയത്തും. ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലാത്ത ഒരു ലിവർപൂളിനെയാണ് ഈ സീസൺ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗായ്സ്, നിങ്ങളുടെ അഭിപ്രായം ഏത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ആരായിരിക്കും ഈ ഒരു സീസണിലെ ടൈറ്റിൽ വിന്നർ? ഗായ്സ്, നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.